നമസ്കാരം, ഞാൻ ജയ സിൻഹ. ഹമാരെ പത്മ എന്ന ഈ പ്രത്യേക പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ വിശിഷ്ടാതിഥി ഒരു മഹത് വ്യക്തിയാണ്. അദ്ദേഹത്തിന് സാമൂഹിക സേവന മേഖലയിലാണ് പത്മ പുരസ്കാരം നൽകി ആദരിച്ചത്. ഇങ്ങനെയുള്ള ആളുകൾ അറിയപ്പെടാത്ത ആളുകളുടെ സേവനത്തിനായി സ്വന്തം ജീവിതം സമർപ്പിക്കുന്നു. നിസ്വാർത്ഥവും സമർപ്പണ ഭാവനയോടുമുള്ള ഇത്തരത്തിലുള്ള മാതൃകകൾ വരും തലമുറയ്ക്ക് പ്രചോദനമായി മാറും. സാധാരണക്കാരുടെ അസാധാരണ പ്രവർത്തനങ്ങളുടെ കഥ പറയുന്ന യാത്രയാണ് ഹമാരെ പത്മയിൽ. പുസ്തകങ്ങൾ എങ്ങനെയാണ് സ്വയം ഈ ലോകത്തെ മുഴുവൻ സമാഹരിച്ചിട്ടുള്ളത്? കാലത്തിനൊപ്പം നഷ്ടപ്പെടുന്ന കാര്യങ്ങൾ അവ ഈ പുസ്തകത്താളുകളിൽ എന്നേക്കുമായി രേഖപ്പെടുത്തുന്നു. അങ്ങനെയുള്ള കഥയാണ് ഹേരാക്ക ധർമ്മത്തിന്റേത്. അടിത്തട്ടിൽ വേരോടിക്കേണ്ടതും ചരിത്രപരമായ രേഖകൾ ശേഖരിച്ചു വെക്കേണ്ടതും വരും തലമുറയ്ക്ക് അത്യാവശ്യമാണ്. രാംകുയി വാങ്കബെ ജനെ ഒരു നാഗ സാമൂഹിക പ്രവർത്തകനാണ്. അദ്ദേഹം ഹേരാക്ക മതസംരക്ഷണത്തിനായി ജീവിതം സമർപ്പിച്ചു. ഡോക്ടർ രാംകുയി വാങ്കബെ ജനെ ഹേരാക്കെ ആളുകളുടെ പരമ്പരാഗത സംസ്കാരം സംരക്ഷിച്ചും പുരോഗതിയിലേക്ക് നയിച്ചും ഹീറോ ഓഫ് ഹെരാക്ക എന്ന ബഹുമതി കരസ്ഥമാക്കി. അദ്ദേഹം ഹേരാക്ക പ്രക്ഷോഭത്തിലെ ഏറ്റവും സജീവവും പുരോഗമനവാദിയുമായ നേതാക്കളിൽ ഒരാളാണ്. ഇതിനോടൊപ്പം തന്നെ അദ്ദേഹം വിദ്യാഭ്യാസ മേഖലയ്ക്കും സമഗ്ര സംഭാവനകൾ നൽകി. സ്ത്രീ വിദ്യാഭ്യാസത്തിന് പ്രോത്സാഹനം നൽകി. രാംകുയി വാങ്കബെ ജനെ ഭീമ ഹസാവോ ജില്ലയിൽ നിന്നും അഭിമാനകരമായ പത്മശ്രീ പുരസ്കാരം നേടുന്ന ആദ്യ വ്യക്തിയാണ്. അദ്ദേഹം തന്റെ സമ്പൂർണ്ണ ജീവിതം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഹേരാക്ക മതസംരക്ഷണത്തിനായി സമർപ്പിച്ചു. ഡോക്ടർ രാംകുയി വാങ്കബെ വിദ്യാഭ്യാസ മേഖലയ്ക്കും സമഗ്ര സംഭാവനകൾ നൽകി. അദ്ദേഹം 10 പ്രൈമറി വിദ്യാലയങ്ങൾ സ്ഥാപിച്ചു. സ്ത്രീകളെ വിദ്യാഭ്യാസം നേടുന്നതിനായി പ്രോത്സാഹിപ്പിച്ചു. काम किया इतना साल से, मैं अपना कर्तव्य हिसाब से काम किया था. इसके लिए तो नहीं किया, फिर भी अभी भारत सरकार ने मुझे रिकॉग्निशन दिया और आपको ये पद्मश्री के लिए चुना गया. इसके लिए भारत सरकार को, खास करके मोदी सरकार को मैं बहुत धन्यवाद देता हूँ. मेरा पिताजी भी सोशल वर्क करता था, तो उनसे पता चला समाज ठीक होने से अपना भी ठीक रहता है. तो हमारा जो जेमी समाज है असम में, नागालैंड में, मणिपुर में बहुत बैकवर्ड रहा, खास करके शिक्षा में. और ये हमारा जो दिमाग सो अपने जगह में शिक्षा बोलने से महिला शिक्षा नहीं देता, खाली पुरुष कराता है, लड़का को शिक्षा देता है, लड़की को नहीं देता. मैंने उसको रीज़न दूना क्यों, तो बोला लड़की पढ़ाई करने के बाद लड़का के साथ चल जाएगा, हमारा क्या लाभ होगा. इतना छोटा से पाल फूल करा तो कुछ दिन है तो उसको कुछ तो माँ बाप को सेवा करना उचित समझता है. इसके लिए हम लोग लड़की को नहीं देता. मैंने बहुत कोशिश किया, ना ये तो नहीं होगा, लड़का लड़की बराबर होने चाहिए. अभी देखा है, हम जिंदा रहते देखा है, देखने को मिला, तो लड़का से भी लड़की बहुत आगे बढ़ा शिक्षा में, तो मुझे बहुत खुशी लगा. ഡോക്ടർ രാംകുയി വാങ്കബെ ജനെ ഹേരാക്ക വിഭാഗത്തിലെ ആളുകളുടെ പരമ്പരാഗത സംസ്കാരം സംരക്ഷിക്കുന്നതിനും ഉന്നമനത്തിനുമായി പ്രചാരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു. അദ്ദേഹം ടിങ് വാങ് ഗിങ്കഡയുടെ പകർത്തിയെഴുത്തിലും മഹത്തരമായ പങ്ക് നിർവഹിച്ചു. അത് ഹേരാക്കെ മതത്തിന്റെ ധാർമ്മിക പാഠമായി അറിയപ്പെടുന്നു. ഡോക്ടർ രാംകുയി വാങ്കയെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ കണക്കിലെടുത്ത് ഹീറോ ഓഫ് ഹെരാക്ക എന്ന് വിളിക്കുന്നു. रामकुई बांगवे जो असम में है और महिलाओं के विकास के लिए काम करना, और इसी के लिए उनको सम्मानित किया भारत सरकार ने. माननीय राष्ट्रपति जी ने पद्मश्री दिया. तो आज देश की सबसे बड़ी आवश्यकता माताओं बहनों का सशक्तिकरण है, और इस क्षेत्र में उन्होंने जो उल्लेखनीय कार्य किया, हम उनको बधाई भी देते हैं, शुभकामनाएं भी देते हैं. और हम सोचते हैं कि इस तरह का कार्य उनसे प्रेरणा लेकर के भारत के सभी प्रांतों में, जिलों में शुरू. രാംകുയി വാങ്കബെ തുടക്കത്തിൽ സ്വാതന്ത്ര്യ സമര സേനാനിയായ റാണി ഗൈൻഡില്യുവിന്റെ പേഴ്സണൽ അസിസ്റ്റന്റായി ജോലി ചെയ്തിരുന്നു. അദ്ദേഹത്തെ റാണി മാതാവിന്റെ ഏറ്റവും അടുത്ത സഹായിയായി അറിയപ്പെടുന്നു.
വരും തലമുറയ്ക്ക് നമ്മുടെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകം പകർന്നു നൽകുന്നതിന് ഏറ്റവും പ്രധാനമായ കാര്യമെന്തെന്നാൽ നമ്മുടെ ചരിത്രരേഖകളും പുരാണങ്ങളും സാംസ്കാരിക പൈതൃകങ്ങളും സംരക്ഷിച്ച് സൂക്ഷിക്കണം. ഈ മേഖലയിൽ ഡോക്ടർ രാംകുയി വാങ്കബെ മറ്റുള്ളവർക്ക് വഴികാട്ടുന്നു. ഡോക്ടർ രാംകുയി വാങ്കബെ ജനക്കിന് പത്മശ്രീ പുരസ്കാരം ലഭിച്ചതിൽ ഹാർദമായ ശുഭാശംസകൾ. എട്ടാം ദശകത്തിനൊടുവിൽ ത്രിപുരയിൽ തീവ്രവാദം അതിന്റെ പരകോടിയിലായിരുന്നു. ഒരു സാധാരണ വ്യക്തി അസാധാരണ ധൈര്യവും ദൃഢവിശ്വാസത്തോടുമൊപ്പം ശക്തിശാലിയായ ഭീകരവാദികൾക്കെതിരെ ശക്തമായ പ്രവർത്തനം നടത്തി. വിക്രം ബഹാദൂർ ജമാതിയ. അദ്ദേഹം തീവ്രവാദികൾക്കെതിരായി ആദിവാസി പ്രക്ഷോഭം സംഘടിപ്പിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചു. ത്രിപുരയിലെ സാമൂഹ്യ പ്രവർത്തകൻ വിക്രം ബഹാദൂർ ജമാതിയ സമുദായ സംരക്ഷണത്തിനും പുരോഗതിയിലേക്ക് നയിക്കുന്നതിനുമായി ജീവിതം സമർപ്പിച്ചു. ത്രിപുരയിൽ സമാധാനം സ്ഥാപിക്കുന്നതിനും തീവ്രവാദ ചിന്തയിൽ നിന്ന് ജനങ്ങളെ പിന്തിരിപ്പിച്ച് മുഖ്യധാരയുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള അസാധാരണ പ്രവർത്തനം നടത്തിയ ഖോവായി ജില്ലയിലെ താമസക്കാരനായ 86 വയസ്സുള്ള വിക്രം ബഹാദൂർ ജമാതിയ ത്രിപുരയിലെ ജമാതിയ സമുദായത്തിന്റെ പുരോഗതിക്കായി തന്റെ സമ്പൂർണ്ണ ജീവിതം സമർപ്പിച്ചു. അദ്ദേഹം ജമാതിയ സമൂഹത്തിലെ ആളുകളിൽ നിന്നും വിപ്ലവ ചിന്ത മാറ്റി അവരുടെ ചിന്താധാരയിൽ മാറ്റം കൊണ്ടുവരാനായി പ്രവർത്തിച്ചു. ഇതിനോടൊപ്പം ആദിവാസി സമുദായങ്ങളുടെ വിശ്വാസം, സംസ്കാരം, പൈതൃകം എന്നിവയുടെ സംരക്ഷണത്തിനായി പ്രവർത്തിച്ചത് കൂടാതെ ആദിവാസി സമുദായങ്ങളെ ചൂഷണം ചെയ്ത് നടത്തിയിരുന്ന അന്ധവിശ്വാസങ്ങൾക്കെതിരെയും വലിയ പ്രവർത്തനങ്ങൾ നടത്തി. 1997 में मैंने अंडर सेक्रेटरी होकर के नौकरी से रिटायर किया अक्टूबर 1997 में. लेकिन अक्टूबर, नवंबर, दिसंबर मास में मेरा सर्विस से रिटायर किया ऐसा जान कर के मेरा समाज में मुझे समाजपति बनाया. समाजपति मैंने एंटायर त्रिपुरा का जितना हमारा जनजाति समाज है उनका चीफ बनाया. वो चीफ में बनाने के बाद में उनके बहुत समाज का काम करने के लिए, हित करने के लिए बहुत काम करना पड़ता है. ऐसा देख के लेकिन काम करने मौका कहाँ. तब त्रिपुरा में जंगल राजत्व चल रहा है, एक्सट्रीमिस्ट का राजत्व, पर्टिकुलरली अंडरग्राउंड एनएलएफटी एटीटीएफ करके वो अपहरण करते हैं, किडनैप करते हैं, टैक्स कलेक्ट करते हैं, मार्च के लिए टैक्स करते हैं. गवर्नमेंट कुछ बाधा नहीं दे पा रहा है उसको. ऐसा हो रहा है. त्रिपुरा का जनजीवन तब सकाल आपका सुबह गौर से निकलने गौर में शाम में गौर में पहुँचा जाए क्या, ऐसा बहुत चिंतन करना पड़ता है. तब इतना टेरर टेंसी अवस्था में थे. तो मैंने कम्युनिटी चीफ का दायित्व मिला. दायित्व लेने के कम्युनिटी का बाला बंदो देखने के दायित्व तो हो गया. ऐसा करके हाउ टू चेक दिस टेरर प्रॉब्लम, हाउ टू चेक दिस सिचुएशन, ऐसा करके मैंने घुमा करके देखा. बाद में उनको जितना खाजना, जितना अत्याचार कर रहे थे, इनका ज़्यादा कन्वर्सन, धर्मांतरित करना, हमारा पूजा पार्वण के बाधा देना, ऐसा ही होला उनका बड़ा काम. ऐसा देख करके अच्छा ऐसा प्रोटेक्ट करने के लिए मेरा एक समाज के साथ तो नहीं चलेगा. ऐसा करके मैंने त्रिपुरा का जो तो सनातन धर्मी उनको इकट्ठा करके सनातन धर्म परिषद बनाया. मेरा ऑपरेशन है टाइम में एनएलएफटी को वहाँ पर त्रिपुरा से बाहर निकलने के लिए जो ऑपरेशन किया, मैं खुद सामने उनके सामने सीआरपीएफ, TSR जवान, असम राइफल के जवान, मेरा पीछे मेरा वॉलंटियर, तार पर सिक्योरिटी फोर्स, ऐसा करके जंगल रात दिन सब त्रिपुरा से बाहर निकाल दिया. വിക്രം ബഹാദൂർ ജമാതിയ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായാണ് ജീവിതയാത്ര ആരംഭിച്ചത്. എന്നാൽ പിന്നീടുള്ള വർഷങ്ങളിൽ അദ്ദേഹം ആദിവാസി മേഖലകളിൽ തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾ വിപുലമായ രീതിയിൽ ആരംഭിച്ചു. തീവ്രവാദ സംഘടനകളിൽ നിന്ന് ശക്തമായ ഭീഷണി നേരിട്ടിട്ടും അദ്ദേഹം തന്റെ പ്രവൃത്തികളിൽ ഉറച്ചുനിന്നു. സാവധാനം ആദിവാസി സമൂഹത്തിന്റെ പിന്തുണ അദ്ദേഹത്തിന് ലഭിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ ഈ പ്രവർത്തനങ്ങൾ ആദിവാസി സമൂഹങ്ങൾക്കിടയിൽ മാറ്റം കൊണ്ടുവന്നു.
हमने विक्रम बहादुर जमातिया जी के विषय में सुना भी है और हम वहाँ उस पूर्वोत्तर के क्षेत्र में गए भी है। उनके कार्य को जाना है, समझा है, उनका प्रभाव देखा है कि वहाँ पर एक समय था कि बहुत बड़ी मात्रा में हिंसक गतिविधियां चलती थी। समाज के युवा हिंसा को लेकर के आगे बढ़ रहे थे और सरकार और समाज के बीच में तनाव था। ऐसे समय में विक्रम बहादुर जमातिया जी ने अपने समाज के लोगों को, जनजाति समाज को प्रेरित किया और एक स्वस्थ समाज बनाने के लिए उन्होंने जो प्रयास किया है, वो सचमुच पूर्वोत्तर में जो आज शांति दिखाई दे रही है, उसमें विक्रम बहादुर जमातिया जी और तथा इस तरह के अनेक सामाजिक संगठन जो उनके साथ मिले या जिन्होंने उस तरह के कार्य किए, उसका परिणाम आज पूरे पूर्वोत्तर में देखने को मिल रहा है, त्रिपुरा में भी देखने को मिल रहा है। तो हम विक्रम बहादुर जी के कार्यों की सराहना करते हैं। വിക്രം ബഹാദൂർ ജമാദിയ ഈ മേഖലയിൽ അടിത്തട്ടിൽ ഇറങ്ങി പ്രവർത്തിച്ചു. അക്കാലത്ത് ത്രിപുരയിൽ തീവ്രവാദം ഉച്ചകോടിയിലായിരുന്നു. ശക്തിശാലികളായ തീവ്രവാദികൾക്കെതിരെ ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിച്ച് സമാധാനം സ്ഥാപിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തി. ജമാദിയ സമുദായ സംരക്ഷണത്തിനും പുരോഗതിക്കുമായി തന്റെ സമ്പൂർണ്ണ ജീവിതം സമർപ്പിച്ചു. സാമൂഹ്യ പ്രവർത്തകൻ ബഹാദൂർ ജമാദിയയ്ക്ക് പത്മശ്രീ പുരസ്കാരം ലഭിച്ചതിൽ ഹാർദമായ ശുഭാശംസകൾ. പലപ്പോഴും കുഷ്ഠരോഗികൾക്ക് രോഗവുമായി പൊരുതുന്നതിനോടൊപ്പം സമൂഹവുമായും പൊരുതേണ്ടി വരുന്നു. ശരിയായ ചികിത്സയ്ക്കൊപ്പം അവർക്ക് പിന്തുണയും സഹകരണവും ആവശ്യമാണ്. രാജ്യസുരക്ഷയ്ക്കായി പ്രവർത്തിച്ചതിനൊപ്പം മുൻ സൈനികനായ ഗജാനൻ ജഗന്നാഥ് മാനെ കുഷ്ഠരോഗികളുടെ പുനരുദ്ധാരണത്തിനായി ജീവിതം സമർപ്പിച്ചു. അതെ, ഇത്തരത്തിലുള്ള പ്രവർത്തകർ ദൃഢനിശ്ചയത്തോടെ സാമൂഹിക പങ്കാളിത്തത്തിന്റെ പുതിയ മാതൃകകൾ തീർക്കുമ്പോൾ വരിയിലെ അവസാനത്തെ ആളിനും സ്വാഭിമാനത്തോടെ ജീവിക്കാനുള്ള അവകാശവും ലഭിക്കുന്നു. ഒരു മുൻ സൈനികൻ. അദ്ദേഹം രാജ്യാതിർത്തികൾ സംരക്ഷിച്ചതിനു ശേഷം സൈനിക സേവനത്തിൽ നിന്നും വിരമിച്ച് ജീവിതത്തിന്റെ രണ്ടാം ഭാഗത്തിന് നവീന മാതൃക തീർത്തു. ജനസേവനം, ജനങ്ങളുടെ കണ്ണീരൊപ്പുക, എല്ലാവർക്കും സാധ്യമായ സഹായങ്ങൾ എത്തിക്കുക, സമൂഹത്തിൽ നിന്നും അകറ്റി നിർത്തപ്പെടുന്നവരുടെ ക്ഷേമം ഇതിൽ ഉൾപ്പെടുന്നു. കുഷ്ഠരോഗികൾക്ക് സാമൂഹിക അംഗീകാരവും ആദരവും ലഭ്യമാക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിത ലക്ഷ്യം. मैंने जब ये लेप्रोसी का काम चालू किया, मैंने सोचा नहीं था कि मैं इस पद तक पहुंच सकता हूं, इसके काबिल हो सकता हूं. लेकिन जिस दिन राष्ट्रपति जी ने मेरे नाम की घोषणा की, आई वॉज वेरी हैप्पी. लेकिन उस समय मैं सबसे पहले मेरे आँखों के सामने आए तो जिनके लिए मैंने काम किया, जिन्होंने मेरी सेवा मंजूर की, उनकी वजह से मैं यहाँ तक पहुँचा हूँ. उनकी याद आई. मैंने 1976 में मेरा नेवी का जो टेन्योर था वो पूरा करके मैं जब बाहर आया, मैंने फिर एक निर्णय लिया कि मैंने अगर आगे कुछ करना ही है तो देश के लिए काम करना है, क्योंकि मैं एक सैनिक हूँ और सैनिक का एक फ़र्ज बनता है, भले वो रिटायर्ड हो, लेकिन जो सौगंध दी जाती है वो सौगंध उसने नहीं भूलनी चाहिए. तो इसलिए मैंने फैसला किया कि मैंने लेप्रोसी में ही काम करने का है, उनको समाज में लाने का है, उनको जो बीमारी है उससे मुक्त करने का है और उनका पूरा फैमिली का, उनके परिवार का उत्कर्ष करना है. ये जो स्टिग्मा है, एक कलंक इनके नाम पे लगा है कोड़ी के बीमारी का, उसके उनको निकालना है. और उसको निकालने के लिए जो भी करना पड़ेगा मैं ज़रूर करूँगा. और फिर मैंने धीरे जब मेरा काम चालू किया तो मुझे मालूम पड़ा कि उन लोगों में भी जीने की एक आशा है, लेकिन समाज ने जो अन्याय उनके ऊपर किया है उससे बाहर निकलना ज़रूरी था. मैंने काम चालू किया और आज मैं देख रहा हूँ कि मेरे जो लेप्रोसी पेशेंट्स हैं, उनके बच्चे हैं, वो आम समाज में जाते हैं, आम समाज वाले हमारे कैंपस में आते हैं, बैठते हैं, बातें करते हैं. 1990 മുതൽ കുഷ്ഠരോഗികളുടെ ജീവിത പുരോഗതിക്കായി ഗജാനൻ മാനെ പ്രവർത്തിക്കുന്നു. അവർക്കായി ഒരു കോളനി സ്ഥാപിച്ചു. അവർക്കായി മരുന്നുകൾ, തൊഴിലവസരങ്ങൾ, അവരുടെ വീടുകൾ ബന്ധിപ്പിച്ചുള്ള റോഡുകളുടെ നിർമ്മാണം,
അവരുടെ മേഖലയിൽ സർക്കാർ ലൈസൻസുള്ള ഭക്ഷ്യധാന്യ കടകൾ, സുഗമമായ വിതരണം, സ്ത്രീകൾക്ക് തയ്യൽ മെഷീനുകൾ, വിദ്യാഭ്യാസ അവബോധം മുതലായ മേഖലകളിൽ പ്രവർത്തനങ്ങൾ നടത്തി. കുഷ്ഠരോഗികൾക്ക് രോഗത്തോട് പൊരുതാനുള്ള ധൈര്യം നൽകുന്നതിനോടൊപ്പം സ്വയം പര്യാപ്തരാകാനും പ്രവർത്തിച്ചു. ആളുകൾ സാധാരണയായി കുഷ്ഠരോഗികളിൽ നിന്നും അകന്നു നിൽക്കുകയാണ് പതിവ്. ഗജാനൻ മാനെ അവരുടെ കൈകൾ തലോടുക മാത്രമല്ല, അവരുടെ ഹൃദയത്തിലും ഇടം പിടിച്ചു. എല്ലാവരും ഒരേ സ്വരത്തിൽ വിളിക്കുന്നു, ഡോംബി വിളിക്കർ കാക്ക എന്ന്. मुझे ये जान के बड़ी खुशी है कि गजानन माना जी को पद्मश्री मिल रहा है। उन्होंने कुष्ठ के लिए यानी लेप्रेसी के लिए जो काम किया है वो काबिल-दीद है। ये एक ऐसी बीमारी है जिसको कि अभी भी हिंदुस्तान में काफ़ी ज़्यादा फैली हुई है और हमारा फ़र्ज़ है कि जिस तरीके से भी हो इसको ना सिर्फ ट्रीट ही करें यानी बल्कि उसको प्रिवेंट करने की कोशिश करें। കുഷ്ഠരോഗികളുടെ ചികിത്സയും അവരുടെ പുനരധിവാസവും പല രാജ്യങ്ങൾക്കും ഒരു വെല്ലുവിളിയാണ്. ഇന്നും അവരെ സമൂഹം ബഹിഷ്കരിക്കുന്നു. ഘടനാപരമായ ഭേദഭാവവും സ്ഥാപനപരമായ ഒഴിവാക്കലും അവർക്ക് നേരിടേണ്ടി വരുന്നു. ഗജാനൻ ജഗന്നാഥ് മാനെ കുഷ്ഠരോഗികൾക്കിടയിൽ പോയി അവരുടെ ജീവിത പുരോഗതിക്കായി പ്രവർത്തിക്കുക എന്നത് തന്റെ ജീവിത ലക്ഷ്യമായി കരുതി ഈ സൈനികൻ ദേശസേവനത്തിനായി പുതിയ മാതൃകകൾ കണ്ടെത്തി. ഗജാനൻ ജഗന്നാഥ് മാനെയ്ക്ക് പത്മശ്രീ പുരസ്കാരം ലഭിച്ചതിൽ ഹാർദമായ ശുഭാശംസകൾ. പാലം കല്യാണസുന്ദരം ലൈബ്രറി സയൻസിൽ സ്വർണ്ണ മെഡൽ ജേതാവാണ്. അദ്ദേഹം ഒരു സന്നദ്ധ സംഘടനയും നടത്തുന്നു. ലോകത്താകമാനമുള്ള നിരവധി പുരസ്കാരങ്ങൾ ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഈ മേഖലയിൽ നിരവധി വർഷത്തെ പ്രവൃത്തി പരിചയത്തിനു ശേഷം ഒരു ദിവസം 2 നേരത്തെ ഭക്ഷണത്തിനായി ഒരു ഹോട്ടലിൽ വെയിറ്ററായും ജോലി ചെയ്തു. കാരണം അദ്ദേഹം വർഷം തോറും തന്റെ ശമ്പളം, തന്റെ സമ്പാദ്യം, പെൻഷൻ, പൈതൃക സ്വത്ത്, നിക്ഷേപം ഇതെല്ലാം ആവശ്യക്കാർക്കിടയിൽ വിതരണം ചെയ്യുമായിരുന്നു. സേവന പ്രവർത്തനങ്ങൾക്കായി അദ്ദേഹത്തിന് നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചു. ആ അവാർഡ് തുകകളും അദ്ദേഹം ദാനം ചെയ്തു. പാലം കല്യാണസുന്ദരം നിസ്വാർത്ഥ സേവനത്തിന്റെ മാതൃക നമുക്ക് കാട്ടിത്തരുന്നു. ഒരിക്കലും തനിക്ക് പരിചയമില്ലാത്തവർക്കായി സർവവും ത്യജിക്കുക. അത്തരത്തിലുള്ള ഉദാഹരണങ്ങൾ തീരെ കുറവാണ്. അത്തരത്തിലുള്ള ഒരാളാണ് തമിഴ്നാട്ടിലെ ചെന്നൈയിൽ നിന്നുള്ള 81 വയസ്സുള്ള സേവനത്തിൽ നിന്നും വിരമിച്ച ലൈബ്രറിയനും സാമൂഹ്യ പ്രവർത്തകനുമായ പാലം കല്യാണസുന്ദരത്തിന്റെ സമർപ്പണം. അദ്ദേഹം 6 ദശകങ്ങളായി സമ്പാദിച്ചതെല്ലാം ദാനം ചെയ്തു. ദരിദ്രർ, അനാഥർ, വേദനിക്കുന്ന കുട്ടികൾ ഇവരെയെല്ലാം കാണുമ്പോൾ കല്യാണസുന്ദരത്തിന്റെ മനസ്സ് ആർദ്രമാകുമായിരുന്നു. ആദ്യം ശമ്പളത്തിന്റെ ഒരു ഭാഗം ദാനം നൽകിയിരുന്നു. പിന്നീട് മുഴുവൻ സമ്പാദ്യവും നൽകാൻ തുടങ്ങി. തന്റെ ഉപജീവനത്തിനായി ചിലപ്പോൾ വെയിറ്റർ, ചിലപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ ജോലി എന്നിവ ചെയ്യുമായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രശസ്തി വർദ്ധിച്ചപ്പോൾ കൂടുതൽ ആദരവ് ലഭിച്ചു. സമ്മാനത്തുകകളും ദാനം ചെയ്യാൻ തുടങ്ങി. ഇന്നും പ്രതിമാസം ലഭിക്കുന്ന പെൻഷൻ സാമൂഹിക സേവനത്തിനായി ഉപയോഗിക്കുന്നു. 1953 अगस्त 15 1 साल की उम्र में मैंने और मेरे भाई ने हमारे पिता को खो दिया। मुझे और मेरे भाई को हमारी माँ ने पाला। मेरी माँ ने मुझे हमेशा सिखाया कि कभी लालची मत बनो, हमेशा अपने पैसे का एक हिस्सा जरूरतमंद लोगों के साथ साझा करो और हमेशा किसी जरूरतमंद व्यक्ति की मदद करने की कोशिश करो। मैंने अपना सामाजिक कार्य 14 वर्ष की आयु में 15 अगस्त 1953 में प्रारंभ किया। मैं पिछले 70 वर्षों से एक सामाजिक कार्यकर्ता हूं। अमेरिका के राष्ट्रपति बिल क्लिंटन इस बात से हैरान थे कि इस व्यक्ति ने 30 करोड़ में से एक पैसा भी नहीं लिया और सब दान कर दिया। मैं पिछले 70 वर्षों से लोगों की मदद कर रहा हूं। मुझे लोगों की मदद करने की जरूरत है। आपका योगदान स्तर आपकी कमाई का 1% हो सकता है। मैं किसी से 1% से ज्यादा नहीं मांगूंगा। भारत सरकार ने मेरे सामाजिक कार्यों के लिए पद्मश्री पुरस्कार दिया है। मैं 140 करोड़ लोगों के बीच इस पुरस्कार को पाकर सम्मानित महसूस कर रहा हूं। உங்களுக்கு
அவருக்கு 10 ரூபாய் கிடைத்தால் எனக்கு 10 பைசா மட்டும் கொடுங்கள். പാലം കല്യാണസുന്ദരത്തിന്റെ ജീവിതം സംഘർഷഭരിതമായിരുന്നു. ഒരു വയസ്സുള്ളപ്പോൾ പിതാവ് മരണപ്പെട്ടു. അമ്മയാണ് വളർത്തിയത്. അമ്മ 3 മന്ത്രങ്ങൾ പഠിപ്പിച്ചു. ഒരിക്കലും അത്യാഗ്രഹം കാട്ടരുത്. തന്റെ സമ്പാദ്യത്തിന്റെ 10-1 സത്കർമ്മങ്ങൾക്കായി ഉപയോഗിക്കുക. ഒരു ദിവസം കുറഞ്ഞത് ഒരു നന്മയെങ്കിലും ചെയ്യുക. കല്യാണസുന്ദരം അമ്മ നൽകിയ പാഠത്തേക്കാൾ കൂടുതൽ നന്മ ചെയ്തു. അതിലൂടെ ലക്ഷങ്ങൾക്ക് പ്രേരണയായി. 1998 വിരമിച്ചതിനു ശേഷം അദ്ദേഹം പാലം എന്ന സംഘടന ആരംഭിച്ചു. ഇത് നൽകുന്നയാളും ആവശ്യക്കാർക്കുമിടയിൽ ഒരു പാലമായി പ്രവർത്തിക്കുന്നു. കുട്ടികളുടെ വിദ്യാഭ്യാസം, രോഗികളുടെ ചികിത്സ, വികലാംഗരെ സഹായിക്കൽ, ഓരോ ആവശ്യക്കാരനെയും സഹായിക്കാൻ എപ്പോഴും തൽപരൻ. अच्छा काम करने वाले व्यक्ति या समाज या संस्थाएं धनाभाव के कारण अच्छा काम नहीं कर पाती। ऐसी स्थिति में पालम कल्याण सुंदरम जी ने अपनी ओर से दान देने का एक बड़ा रिकॉर्ड तैयार किया। छोटी बड़ी संस्थाओं को दान दिया। अपने ऊर्जा से कमाए हुए धन को सामाजिक कार्यों के लिए खर्च करना ये सचमुच एक बड़ी प्रेरणा है। കല്യാണസുന്ദരം ജീവിതകാലം മുഴുവൻ അവിവാഹിതനായിരുന്നു. കാരണം ശരീരം, മനസ്സ്, ധനം എന്നിവ കൊണ്ട് ജനസേവനം മാത്രം ചെയ്യണം. ലോകത്ത് സേവനമനുഷ്ഠിച്ച് മടങ്ങിപ്പോകാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു. അതിനാൽ തന്റെ ശരീരഭാഗങ്ങളും കണ്ണും ദാനം ചെയ്യാനുള്ള പ്രതിജ്ഞയും അദ്ദേഹം എടുത്തു കഴിഞ്ഞു. ഈ മഹാദാനിയുടെ ജീവിതയാത്ര ഓരോ വ്യക്തിക്കും പ്രേരണാദായകമാണ്. സാമൂഹിക പ്രവർത്തകൻ പാലം കല്യാണസുന്ദരത്തിന് പത്മശ്രീ പുരസ്കാരം ലഭിച്ചതിൽ ഹാർദമായ അഭിനന്ദനം. ഭൂഗർഭജലത്തിന്റെ അളവ് വർദ്ധിപ്പിക്കുന്നതിനായി, ജലസംരക്ഷണത്തിനായി ലോകത്താകമാനം യുദ്ധകാലാടിസ്ഥാനത്തിൽ പ്രവർത്തനങ്ങൾ നടക്കുന്നു. ഇത്തരം ജലസംരക്ഷണത്തിന് ഭാരതത്തിന്റെ പരമ്പരാഗത പദ്ധതികൾ ഏറ്റവും മികച്ചതാണ്. ശ്രീ ഉമാശങ്കർ പാണ്ഡെ ഇത് സ്ഥാപിക്കുന്നു. അദ്ദേഹത്തിന്റെ പരിശ്രമങ്ങൾ ജലസംരക്ഷണ മേഖലയിൽ പുതിയ മാതൃകകൾ തീർക്കുന്നു. ഉമാശങ്കർ പാണ്ഡെ സാമൂഹിക പങ്കാളിത്തത്തോടെ ജലസംരക്ഷണത്തിനായി നിരവധി പ്രവർത്തനങ്ങൾ നടത്തി. വയലിൽ വരമ്പും വരമ്പിൽ മരവും എന്ന മന്ത്രം അദ്ദേഹം രാജ്യത്തിന് നൽകി. ഈ പദ്ധതിയെ പ്രശംസിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ സംസാരിച്ചിരുന്നു. ജലസംരക്ഷണത്തിന്റെ പരമ്പരാഗത ഭാരതീയ മാതൃകകൾ ഇന്നും മികച്ചതാണ്. മനസ്സുകൊണ്ട് ഏറ്റെടുത്താൽ ഒന്നും അസംഭവ്യമല്ല. ഈ വരികൾ ഉമാശങ്കർ പാണ്ഡെയുടെ ജീവിതം യാഥാർത്ഥ്യമാക്കുന്നു. ഉമാശങ്കർ പാണ്ഡെയെ ഇന്ന് ജലത്തിന്റെ കാവലാൾ, ജലയോദ്ധാവ്, ജലസംരക്ഷകൻ, ഭഗീരഥി എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. അദ്ദേഹത്തിന്റെ പരിശ്രമ ഫലമായി വരൾച്ചയുടെ ഭീതിയിൽ അകപ്പെട്ടിരുന്ന ബുന്ദേൽഖണ്ഡിലെ ബാംദ ഗ്രാമം ഇന്ന് ജലഗ്രാമം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഉമാശങ്കർ പാണ്ഡെയുടെ 30 വർഷത്തെ പരിശ്രമത്തിന്റെയും ദൃഢനിശ്ചയത്തിന്റെയും ഫലമാണ് വേനൽക്കാലത്തും ജഖനി ഗ്രാമത്തിലെ ജലസ്രോതസ്സുകളിൽ, കുളങ്ങളിൽ, കിണറുകളിൽ ജലം ലഭിക്കുന്നത്. मेरा जन्म जो हुआ एक सामाजिक परिवार में हुआ है, तो सामाजिक परिवार में जब व्यक्ति का प्रवेश होता है तो वहाँ समाज की चिंता भी उसे होती है। तो पानी की चिंता और पेड़ की चिंता, ये आज की चिंता नहीं, ये सदियों काल से चिंता रही है। और पानी के लिए महाराज भागीरथ ने जो प्रयास किया गंगा को लाने के लिए, भले ही आज वो गंगा को बचाने के लिए हजारों भागीरथ की ज़रूरत हो, लेकिन उन भागीरथ को भी नहीं भूल सकते हम। पानी तो बनाया नहीं जा सकता, पानी केवल बचाया जा सकता है। अगर आप गांव को पानीदार बनाना चाहते हैं, अपने क्षेत्र को पानीदार बनाना चाहते हैं, तो पुरखों ने जो विधि बनाई है, मेड़बंदी करिए और मेड़ पर पेड़ लगाइए। और आदिकाल से पहले से भी, जब हमारे यहाँ बांध नहीं आया था, तब भी हमारे गांव में, हमारे क्षेत्रों में बड़े बड़े बंधवा होते थे, बंदिया होती थी, और उसी का छोटा रूप है मेड़बंदी। खेत में मेड़ बनाइए और मेड़ पर पेड़ लगाइए। नहीं पेड़ लगाते तो अरहर लगाइए, तो आपको दाल भी मिलेगी। हमारा मानना यह भी है कि तुलसी लगाइए, आप आंवला लगाइए, आप करौंदा लगाइए, नींबू लगाइए, औषधीय पेड़ लगाइए। मेड़बंदी पर फिर प्रधानमंत्री जी ने एक पत्र लिखा पूरे देश भर के प्रधानों को कि भाई मेड़बंदी करके और परंपरागत जो जल संरक्षण के उपाय हमारे पुरखों के हैं, उनके अनुसार पानी रोकने का काम किया जाए। मेरा जो प्रयास है जल बचाने की दिशा में समुद्र में एक बूंद के बराबर है। मैं देश के माननीय प्रधानमंत्री जी, भारत सरकार को, उत्तर प्रदेश के माननीय मुख्यमंत्री योगी आदित्यनाथ जी को और पद्म सम्मान समिति के जो सदस्य हैं, चयन समिति के, उन सबका आभार व्यक्त करता हूँ और उन सबको धन्यवाद देता हूँ। और साथ ही मैं उनका आभारी हूँ जो मेरे मित्र मेरे साथ चले थे। अगर वो शायद ना होते
तो मैं यहाँ तक नहीं पहुँचता। ഉമാശങ്കർ പാണ്ഡെ ദിവ്യാംഗനാണ്. ദിവ്യാംഗർക്ക് വിദ്യാഭ്യാസം നൽകിക്കൊണ്ടാണ് അദ്ദേഹം സാമൂഹിക സേവന പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. ബാന്ദ ജില്ലയിൽ രൂക്ഷമായ ജലദൗർലഭ്യം നേരിട്ടിരുന്നു. ജലത്തിനായി ആളുകൾക്ക് മൈലുകളോളം സഞ്ചരിക്കേണ്ടി വന്നിരുന്നു. ഉമാശങ്കർ പാണ്ഡെ ജലദൗർലഭ്യം ഇല്ലാതാക്കുമെന്ന് പ്രതിജ്ഞ ചെയ്തു. അദ്ദേഹം കുറച്ച് ഗ്രാമവാസികളെയും കൂട്ടി സർക്കാർ സഹായം കൂടാതെ തന്നെ ഈ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു. उमाशंकर पांडे बुंदेलखंड के जखनी गांव में बहुत लंबे समय से मेड़बंदी करके किसानों को जोड़ के किसानों के साथ मिलकर उन्होंने अच्छा जल संरक्षण का काम किया. मैं उमाशंकर पांडे को शुभकामना देता हूँ, शुभाशीष देता हूँ. ഉമാശങ്കർ പാണ്ഡെയുടെ 3 ദശകങ്ങളിലെ പരിശ്രമവും സാമൂഹിക പങ്കാളിത്തത്തോടും കൂടി നടപ്പാക്കിയ വയലിൽ വരമ്പ് വരമ്പിൽ മരം എന്ന മന്ത്രം ഭൂമിയിൽ നടപ്പിലാക്കി. ഉമാശങ്കർ പാണ്ഡെയ്ക്ക് പത്മശ്രീ പുരസ്കാരം ലഭിച്ചതിൽ ഹാർദമായ ശുഭാശംസകൾ. ഇവർ മുന്നോട്ടുവച്ച ആദ്യ ചുവട് നിരവധി സാമൂഹിക വിപ്ലവങ്ങൾക്ക് തുടക്കം കുറിച്ചു. അവർ തെളിയിച്ച ദീപം മുന്നോട്ട് നയിക്കുന്നു. നിസ്വാർത്ഥ സമർപ്പണത്തിന്റെയും ബലിദാനത്തിന്റെയും ഇവരുടെ കഥകൾ മാതൃകകളാണ്. അത് വർഷങ്ങളോളം ജനങ്ങൾ ഓർക്കും. ഇവർ സമൂഹത്തിലെ ഓരോ വ്യക്തിക്കും സമത്വവും അവകാശവും സ്വാഭിമാനവും ഉൾപ്പെടെ ജീവിക്കാനുള്ള അവകാശത്തിനായി പരിശ്രമിച്ചു. പത്മ പുരസ്കാര ജേതാക്കളുടെ നേട്ടങ്ങളെക്കുറിച്ചുള്ള പരമ്പര തുടരും. വീണ്ടും കാണാം. നമസ്കാരം.